Welcome to Dr. Shanis Kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മലബാർ അവിൽ മിൽക്കിന്റെ റെസിപ്പിയാണ്. അവിൽ മിൽക്ക് മലബാർ സൈഡിൽ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഇത് കുറച്ച് അവല്, ചെറുപഴം, പാല് നന്നായി തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാല്, പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുള്ള നട്ട്സ്, ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് അവിൽ മിൽക്ക്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. നോമ്പുതുറ സമയത്തൊക്കെ നമുക്കൊരു ഡ്രിങ്കായിട്ട്, ഇഫ്താർ ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ അവിൽ മിൽക്ക്. വീട്ടിൽ ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഞാനിത് അവർക്ക് തയ്യാറാക്കി കൊടുക്കാറുണ്ട്. പലരും ഇത് കഴിച്ചതിന് ശേഷം ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ പറയുകയും ഇതിൻ്റെ റെസിപ്പി എന്നോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്രദമാകുന്ന വിധത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെയാണ് അവിൽ മിൽക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അവിൽ മിൽക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 3 ചെറുപഴം എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈസൂർ പൂവൻ അല്ലെങ്കിൽ പാളയംകോടൻ പഴമാണ്. ഇതാവുമ്പോൾ ഒരു ചെറിയ പുളിയും മധുരവും കൂടി നമ്മുടെ അവിൽ മിൽക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിത് ഒരു ബൗളിലേക്ക് കുറച്ചിട്ട് കൊടുക്കുന്നു. നമുക്ക് എത്ര ഗ്ലാസ് അവിൽ മിൽക്കാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഴം എടുക്കാം. ഞാനിത് മുഴുവൻ ഇടുന്നില്ല, അത്രയും മതി. അതുപോലെ ഒരു 2 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പഴവും പഞ്ചസാരയും ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് അടിക്കാം, പക്ഷേ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത് ശരിക്കും അങ്ങ് അടിഞ്ഞു പോകും. എപ്പോഴും നമ്മൾ അവിൽ മിൽക്ക് കഴിക്കുമ്പോൾ ഈ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് കഴിക്കാൻ കിട്ടുന്നതാണ് ടേസ്റ്റി. ഞാനിവിടെ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അവിൽ മിൽക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അവിൽ മിൽക്ക് തയ്യാറാക്കുന്നത് നമ്മൾ സാധാരണ അവൽ ഉപയോഗിച്ചല്ല, പൊരി അവൽ എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു അവലുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു അവലാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇത് അവൈലബിൾ ആണ്. പൊരി അവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ പൊരി അവൽ ഇല്ല എന്ന് കരുതി അവിൽ മിൽക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട. നമ്മുടെ സാധാരണ നാടൻ അവൽ, വെള്ളയോ അല്ലെങ്കിൽ ചുമന്ന ബ്രൗൺ കളറിലുള്ള മട്ടയവലായാലും കുഴപ്പമില്ല. അത് ആവശ്യത്തിനെടുത്ത് ഒരു ഫ്രൈ പാനിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട, ചെറിയ തീയിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്തിട്ട് ആ അവൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ അവിൽ മിൽക്ക് തയ്യാറാക്കാം. ഇവിടെ എൻ്റെ കയ്യിൽ ഈ പൊരിയവൽ ഉള്ളതുകൊണ്ട് ഞാനിന്ന് ഇത് വെച്ച് കാണിച്ചു തരുന്നു എന്ന് മാത്രം. ആദ്യം ഈ പഴവും പഞ്ചസാരയും ചേർത്ത് അടിച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം. 1-2 സ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടാം. ഞാനിവിടെ 2 സ്പൂൺ ഇട്ടു. അതിൻ്റെ മുകളിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പൊരി അവലിട്ട് കൊടുക്കുക. നമ്മൾ എപ്പോഴാണോ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത് ആ സമയത്തിന് തൊട്ട് മുമ്പ് മാത്രം ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഈ അവലൊക്കെ ആ ക്രിസ്പിനെസ് നഷ്ടപ്പെട്ടു പോകും. കുറച്ച് നട്ട്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയാണ്. അത് നമ്മൾ വീട്ടിൽ തന്നെ വറുത്തെടുത്ത നിലക്കടല. കുറച്ച് വലിയ കടല ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഏത് നട്ട്സാണോ ഇടാൻ ഇഷ്ടം, ഏത് വേണമെങ്കിലും, കാഷ്യൂനട്ടോ ബദാമോ എന്ത് വേണമെങ്കിലും ഇതിനകത്തോട്ടിടാം. നട്ട്സ് ഇട്ട് കൊടുത്തു. ഒരല്പം ചെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചെറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരല്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് തണുപ്പിച്ച് വെച്ച പാലാണ്. ഇത് ഞാൻ തിളപ്പിച്ച് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇതൊരല്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വീണ്ടും അടുത്ത ലെയർ കുറച്ച് പഴം മിക്സ് ഇട്ട് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ കുറച്ച് അവല്, വീണ്ടും കുറച്ച് നട്ട്സ്. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അത് സെറ്റ് ചെയ്തെടുക്കാം. ഒരു ക്രഞ്ചിനെസ് കിട്ടുന്നതിനാണ് ഈ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പാലിനകത്തൊരു കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഴത്തിനകത്ത് പഞ്ചസാര ചേർത്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മധുരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഇതിൽ പഞ്ചസാര ചേർക്കുക. നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മലബാർ സ്പെഷ്യൽ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഫോണിൽ കിട്ടുന്നതാണ്. അവിൽ മിൽക്കിൻ്റെ ഒപ്പം ഐസ്ക്രീം ചേർത്ത് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം വെച്ച് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഐസ്ക്രീം കൂടെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുവാനും വളരെ നല്ല ടേസ്റ്റാണ്. ഐസ്ക്രീം വേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചാലും മതി. ഇതാണ് കറക്റ്റായിട്ടുള്ള അവിൽ മിൽക്ക്. ഇനി ഐസ്ക്രീം വെച്ച് നിങ്ങൾക്ക് സെർവ് ചെയ്യാമത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.